أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കാലവർഷം കടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി ഓഗസ്റ്റ് മാസം, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെ കാലവർഷക്കെടുതികളും ദുരിതവും ദുരന്തങ്ങളും നിറഞ്ഞ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകാറുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് മഴ. നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെ പലപ്പോഴും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യ സമൂഹത്തിന് പരീക്ഷണോപാധികളായിട്ട് മാറാറുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. മഴ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അതൊരു മേഘവിസ്ഫോടനമായി പെയ്തിറങ്ങുമ്പോൾ പലപ്പോഴും മഴ ദുരിതപ്പെയ്ത്തായിട്ട് മാറാറുണ്ട്. കാറ്റ് വലിയ ആശ്വാസമാണ്, കാറ്റ് വലിയ അനുഗ്രഹമാണ്. കാറ്റാണ് കാർമേഘങ്ങളെ തള്ളി നീക്കുന്നത്. അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ ദീനും എല്ലാം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം കാറ്റ് അതതിൻ്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കൊടുങ്കാറ്റായി മാറുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ താളം അത് തെറ്റിക്കാറുണ്ട്. സൂര്യൻ മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. സൂര്യൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഘടകങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കാറുള്ളത്. മനുഷ്യ ജീവിതം സാധ്യമാകുന്നിടത്ത് സൂര്യനും സൂര്യൻ്റെ വെളിച്ചവും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യമായ ഘടകമാണ്. അതേസമയം കുറച്ചു കാലങ്ങളായി നമുക്കറിയാം, ചൂടുകാലമായാൽ കേരളത്തിൽ ഏതാണ്ട് 40ൻ്റെ മുകളിലെല്ലാം ചൂട് വരും. സൂര്യാഘാതം എന്ന് പറയുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത്തരമൊരു പ്രവണതയും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ തന്നെ പരീക്ഷണോപാധിയായി മാറുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിൽ എന്ന പോലെ നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളം നമുക്കറിയാം, ഒരുപാട് അനുകൂല ഘടകങ്ങളുള്ള മണ്ണാണ് കേരളം. അതിൻ്റെ തണുപ്പ്, അതിൻ്റെ ചൂട്, അതിൻ്റെ മഴ, അതെല്ലാം പലപ്പോഴും നമുക്ക് പാകത്തിന് കിട്ടിയ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. വാസയോഗ്യമായ മണ്ണ്, തീരദേശം കൊണ്ടും മലയോര മേഖല കൊണ്ടും ചേർത്ത് നിർത്തിയ പ്രകൃതി സൗന്ദര്യമുള്ള, പ്രകൃതി വിഭവങ്ങളുള്ള മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ആ കേരളത്തിനകത്ത് കുറച്ചു കാലമായി മഴയോടൊപ്പം തന്നെ ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരാറുണ്ട്. അതിൻ്റെ പ്രകൃതിക്കോ അല്ലെങ്കിൽ പടച്ചവനോ വിടുന്നതിനപ്പുറം പടപ്പുകൾ എന്ന നിലക്ക് നമ്മളും ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ പഠിക്കുകയും പാഠമാക്കുകയും ചെയ്യേണ്ടുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അതിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ആഗോള കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ സംവിധാനത്തെ പലപ്പോഴും അട്ടിമറിക്കാറുണ്ട്. പ്രകൃതിയോട് മനുഷ്യൻ സ്വീകരിക്കുന്ന സമീപനം പ്രകൃതി തിരിച്ച് നമുക്ക് നൽകാറുണ്ട്. വെള്ളം ഉദാഹരണമായിട്ടെടുത്താൽ അതിനൊഴുകാൻ അതിൻ്റെ നീരൊഴുക്കിനുള്ള ഒരുപാട് ഇടങ്ങളുണ്ടായിരുന്നു. മഴ പെയ്തിറങ്ങിയാൽ ആ വെള്ളം നേരെ കടലിലേക്ക് എത്താനുള്ള ഒരുപാട് ജലധാരകളുണ്ടായിരുന്നു, നീരൊഴുക്കുണ്ടായിരുന്നു. മഴ പെയ്തിറങ്ങിയാൽ ആ വെള്ളം നമ്മുടെ പറമ്പിലും നമ്മുടെ പരിസരങ്ങളിലും കെട്ടി നിൽക്കാൻ ഭൂമിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ടായുള്ള ഒരുപാട് ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഏതാണ്ട് തകർക്കപ്പെടുമ്പോൾ ആ ജലധാരയുടെ അല്ലെങ്കിൽ വെള്ളം ഒഴുകാനുള്ള ഒരുപാട് ചെറു അരുവികളും വലിയ അരുവികളും പുഴകളും ഏതോ അർത്ഥത്തിൽ അതിൻ്റെ വഴിമാറുമ്പോൾ പലപ്പോഴും വെള്ളം അതിന് നിശ്ചയിക്കപ്പെടാത്ത സ്ഥലത്തുകൂടെ കടന്നു കയറി നമ്മുടെ കിടപ്പാടങ്ങളും നമ്മുടെ കടകളും വരെ പലപ്പോഴും ഈ മഴവെള്ളം തന്നെ കയ്യേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്രളയമുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ആളുകൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ പറയാറുണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ അത് എന്ന്. അതൊരു ചർച്ചയാണ്. മനുഷ്യൻ തന്നെ അവൻ്റെ
അസന്തുലിതമോ അതല്ലെങ്കിൽ അങ്ങേയറ്റം ആർത്തി പൂണ്ട മനുഷ്യന്റെ ജീവിത സമീപനമോ സൃഷ്ടിച്ച അത് പ്രകൃതിക്കേൽപ്പിച്ച പരിക്കിന്റെ തിരിച്ചടിയാണോ എന്നതെല്ലാം ചർച്ചയിൽ വരാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, നമുക്ക് പരിചിതമായ പരാമർശമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുസീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ആകാശത്തും ഭൂമിയിലും അല്ലെങ്കിൽ കരയിലും കടലിലുമെല്ലാം യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകടമായി കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾക്ക് ആ പ്രവൃത്തിയിൽ പങ്കുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം കടലും കരയും പലപ്പോൾ ഫസാദിന്റെ ഇടങ്ങളായി മാറും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ലിയുസീഖഹും ബഅദല്ലദീ അമിലു, മനുഷ്യൻ സ്വകർമ്മങ്ങളുടെ രുചി അറിയേണ്ടതിന് എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യൻ സ്വകർമ്മങ്ങളുടെ രുചി അറിയേണ്ടതിന് ലഅല്ലഹും യർജിഊൻ, എന്നിട്ടെങ്കിലും അവർ മടങ്ങിയെങ്കിലോ എന്ന്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് മടങ്ങാനും വീണ്ടും വിചാരത്തിനും കൂടിയുള്ള സന്ദർഭങ്ങളാണ്. മനുഷ്യരുടെ പ്രകൃതിക്കുമേലുള്ള കയ്യേറ്റങ്ങൾ, മനുഷ്യന്റെ ആർത്തി, മണ്ണിനെയും മനുഷ്യനെയും പരിഗണിക്കാത്ത സ്വഭാവത്തിൽ നമ്മൾ പലപ്പോഴും കെട്ടിപ്പൊക്കുന്ന നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ നമ്മുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പശ്ചിമഘട്ട നിരയെക്കുറിച്ച്, അത് നിർവഹിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ അത് നിർവഹിക്കുന്ന പങ്കിനെ കുറിച്ച് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പരിസ്ഥിതി ലോക മേഖലകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യർ ശ്രദ്ധിക്കാറുള്ളത് അതിനെ മറികടക്കാനുള്ള വഴികൾ എന്ത് എന്നുള്ളതാണ്. അതിനെ പരിരക്ഷിക്കാനുള്ള വഴികളേക്കാൾ കൂടുതൽ അത്തരം വഴികളെ മറികടക്കാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വളരെ ഭംഗിയായിട്ടാണ് സംവിധാനിച്ചത്, ഭദ്രതയോടുകൂടിയാണ് സംവിധാനിച്ചത്. സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ഇതര ഗോളങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, നദികളെക്കുറിച്ച്, അവയുടെ എല്ലാം ധർമ്മങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുവചനങ്ങളിലെല്ലാം നമുക്ക് വളരെ വിശദമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഖുർആൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അവയുടെ ധർമ്മം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും അവയോടുള്ള നിലപാടുകളിൽ നമ്മോട് സന്തുലിതത്വം പാലിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് വസതിയായൊരു കാഴ്ചപ്പാടാണ്, സന്തുലിതമായൊരു നിലപാട്. ജീവിതത്തിൽ അതാണ്, പ്രകൃതിയോടുള്ള നിലപാടും അതാണ്. പ്രകൃതിയെ തൊട്ടുപോകരുത് എന്നുള്ളതല്ല, ജീവിതത്തോടെന്ന പോലെ, ജീവിത വ്യവഹാരങ്ങളോടെന്ന പോലെ, മനുഷ്യരോടെന്ന പോലെ പ്രകൃതിയോടുമുള്ള നമ്മുടെ നിലപാട് സന്തുലിതമാവുക എന്ന് പറയുന്നത് സന്തുലിതമായ ഈ പ്രകൃതി സംവിധാനത്തെ, ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നിടത്ത വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. അപാരമായ എഞ്ചിനീയറിംഗ് നമുക്ക് ഈ പ്രപഞ്ച സംവിധാനത്തിൽ കാണാൻ കഴിയും. ചിന്തിക്കുന്നവരെ വിസ്മയിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് നമുക്ക് കാണാൻ കഴിയും. കാലങ്ങളായി കൃത്യതയിൽ നടക്കുന്ന അതിൻ്റെ ഫങ്ഷൻ നമുക്ക് വളരെ സവിസ്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഫങ്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ സമയക്രമം തീരുമാനിക്കുന്നത് വരെ ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ താളത്തെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ടാണ്. നമ്മുടെ കാലഘടന നമ്മൾ തീരുമാനിക്കുന്നത് വരെ സൂര്യോദയത്തിൻ്റെയും ചന്ദ്രോദയത്തിൻ്റെയും അത്രയും സിസ്റ്റമാറ്റിക്കായ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ സമയക്രമത്തെയും മനുഷ്യന്റെ കാലക്രമത്തെയും തീരുമാനിക്കാൻ വരെ അവലംബിക്കാവുന്ന സ്വഭാവത്തിൽ അത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ വദ്ഉഹു ഖൗഫൻ വതമഅൻ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബൻ മിനൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, പ്രപഞ്ച സംവിധാനത്തെ, ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഇസ്ലാഹോടുകൂടി, അതിൻ്റെ എല്ലാ സംസ്കരണ പ്രക്രിയയും കഴിഞ്ഞ് അല്ലാഹു അതിനെ സെറ്റ് ചെയ്തിരിക്കെ പിന്നീട് നിങ്ങൾ അതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. മറ്റൊരു ഖുർആൻ പറയുന്നുണ്ട് വല്ലദീ ജഅലകുമുൽ അർദ ദലൂല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. ഫംശൂ ഫീ മനാകിബിഹ, അതിൻ്റെ മാറിലൂടെ നിങ്ങൾ നടക്കുക. പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്, അതിൻ്റെ മാറിലൂടെ നിങ്ങൾ നടക്കുക. വക്കുലൂ മിൻ റിസ്ഖിഹി, അതിൻ്റെ മുകളിൽ നിന്ന്, ഉപരിതലത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങൾ ആരായുക, തേടുക. എന്നിട്ട് പറയുന്നുണ്ട് വൈലൈഹി നുശൂർ, അവനിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടപ്പെടുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. ഈ തിരിച്ചറിവ് മനുഷ്യർക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ എല്ലാ സംവിധാനങ്ങളെയും അവൻ്റെ ചൂഷണോപാധിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്.
സന്തുലിതമായ ജീവിത സമീപനം പോലെ തന്നെ സന്തുലിതമായ ജീവിത സമീപനത്തിന്റെ ഭാഗമായി മറ്റുള്ള പ്രകൃതി പ്രതിഭാസങ്ങളോടും സംവിധാനങ്ങളോടും നമുക്ക് സന്തുലിതമായ സമീപനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ വിക്ടിംസ് ആക്കപ്പെടുന്നത് മുഴുവൻ മനുഷ്യരുമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ ഫിത്നയെ ഭയപ്പെടണം. അത് നിങ്ങളുടെ കൂട്ടത്തിൽ അതിനോട് ദുൽമ കാണിച്ചവർ മാത്രമല്ല അത് ബാധിക്കുക. ദുൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ക്രമത്തെ തെറ്റിക്കുന്നവനാണ് അക്രമി എന്ന് പറയുന്നത്. ആ ദുൽമ എല്ലായിടത്തും സംഭവിക്കാം. ശിർക്കിനെ കുറിച്ച് ദുൽമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ച സംവിധാനത്തിന് ഒരു ക്രമമുണ്ട്, അതിനൊരു ഓർഡറുണ്ട്, അതിൻ്റെതായ ഒരുപാട് ധർമ്മമുണ്ട്. അതുമായി ബന്ധപ്പെട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടണം. ജീവിതത്തിന്റെ ഏത് തലങ്ങളിലാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഓർഡറുകൾ തെറ്റിച്ച് മനുഷ്യ ജീവിതത്തെ അവതാളത്തിലാക്കുന്ന ഇടപെടലുകളെ കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ അത് അതിന്റെ വക്താക്കളെ മാത്രമല്ല ബാധിക്കുക, അത് മുഴുവൻ മനുഷ്യരെയുമാണ്. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സമീപനത്തിന്റെ, അതുപോലെ തന്നെ ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ, നമ്മുടെ പ്രപഞ്ച സംവിധാനത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായി കാലവർഷം ശക്തിപ്പെടുന്ന ഘട്ടത്തിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധി നമ്മെ വേട്ടയാടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മലയോര മേഖലയിൽ അതുണ്ട്, തീരദേശ മേഖലയിൽ അതുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പല ആളുകളുടെയും വീടുകൾ, അതുപോലെ തന്നെ കുടിലുകൾ വെള്ളത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പോയിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏതാണ്ട് രാത്രി 1:30 വെള്ളം കയറുന്നത് എന്നാണ്. അവർ പറയുക, ഇതുവരെ സ്ഥിരമായി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്, ഇതുവരെ ഇവിടെ വെള്ളം കയറിയിട്ടില്ല. നമ്മുടെ ധൈര്യത്തിന്റെ ഒരു ബേസ് എന്താണ്? ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല എന്നാണ് നമ്മുടെയൊക്കെ ധൈര്യത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അവരും പറഞ്ഞത് അതാണ്. 1957 ശേഷം, അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ തലമുറയിൽ മാത്രമാണ് അവർക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഒരാൾ പറഞ്ഞത്, ഞാൻ ബേക്കറിയിൽ കയറി ചെന്ന്, എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ല മഴ തുടരുകയാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഴ ഇതാ എത്ര വന്നാലും ഇത്ര വരെ വരത്തുള്ളൂ, എൻ്റെ ജീവിതായുസിനിടയ്ക്ക് ഇത്ര വരെ വരത്തുള്ളൂ. അത് നമ്മുടെ കണക്കാണ്. അതിനപ്പുറമുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന സംഭവങ്ങളാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. 700 ചില്ലാനം വീടുകളാണ് വെള്ളത്തിലായത്. ഏതാണ്ട് വീടുകൾ ആദ്യം വെള്ളം വന്നപ്പോൾ അവർ അകത്ത് കയറിയപ്പോൾ വീണ്ടും അകത്ത് വെള്ളം കയറിയപ്പോൾ അവർ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. ഏതാണ്ട് ഫസ്റ്റ് ഫ്ലോർ വരെ വെള്ളത്തിലായി എന്നുള്ളതാണ്. കടകൾ എടുത്ത് പരിശോധിച്ചാൽ 300 ചില്ലാനം കടകൾ വെള്ളത്തിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യൻ എപ്പോഴാണ് വൈകുന്നേരം കിടക്കുമ്പോൾ 8 പതിറ്റാണ്ട് കാലമായി അനുഭവമില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ മഴയെ പ്രതീക്ഷിക്കാറുള്ളത് പോലെ തന്നെ സാധാരണ ഇത്തരം കനത്ത മഴ വന്നുപോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വസ്ഥമായി ഉറങ്ങുന്ന ആളുകൾ രാത്രി 1:30 യഥാർത്ഥത്തിൽ മഴവെള്ളത്തിൽ നനയ്ക്കുന്നത്. എന്ത് മുൻകരുതലാണ് എടുക്കാൻ കഴിയുക? ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത്, ഒരാൾ പറഞ്ഞത് തൊട്ടിലിൽ നിന്ന് കുട്ടി കരഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്നാണ്. അവിടെ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ കോട്ട പോലെ ഉള്ള ഒരു വീടാണ്. ആ വീട്ടിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം രാവിലെ തഹജ്ജുദ് നമസ്കരിക്കാൻ എണീറ്റ് നിന്നപ്പോ ജനലഴികളിലൂടെയും ജനൽ ചില്ലിനിടയിലൂടെയും വെള്ളം സ്പ്രേ ചെയ്തതുപോലെ ഫീൽ ചെയ്തു. അദ്ദേഹം വിചാരിച്ചു സ്വപ്നത്തിലാണ് എന്നോ. ഒന്നുകൂടി അദ്ദേഹം എണീറ്റ് നിന്നോ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാല് വെള്ളത്തിലാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞ സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി അല്പം ഉയരത്തിലാണ്, അവിടേക്ക് വെള്ളം കയറിയിട്ടില്ല. അയാൾ ഉറങ്ങിപ്പോയതാണ്. പക്ഷെ ഇയാൾ വെള്ളം കയറിയത് അറിയുന്നു. 1:30 വെള്ളം കയറിയത്, വീടാകെ വെള്ളം കയറിയത് അറിയുന്നത് ഏതാണ്ട് രാത്രി 1:30 കയറിയത് രാവിലെയാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, 2 വർഷം മുമ്പ് ചൂരൽമലയിൽ സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രാത്രി 2:30 നനച്ചിരിക്കാതെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനൊരു പക്ഷേ അഭിമുഖീകരിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അഫാമിൻ അഹ്ലുൽ ഖുറാ യഅതിഹും ബൗസന ബയാതൻ വഹും നായിമൂൻ. ആളുകൾ നിർഭയരാണോ? ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻ്റെ ഭാഗത്ത് നിന്നുള്ള വിപത്ത് വന്ന് ഭവിക്കുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ. അവർ കളിച്ചുകൊണ്ടിരിക്കെ, ഇന്നലെ ഞാൻ വായിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്, പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മിന്നലേറ്റ് പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പ്ലെയർ മരണപ്പെടുന്നതാണ്, ബാക്കിയുള്ളവർക്കൊക്കെ പരിക്കേൽക്കുന്നതാണ്.
അവർ കളിച്ചുകൊണ്ടിരിക്കെ അത്തരം വിപത്തുകൾ വന്നു ചേരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിച്ചില്ലല്ലോ എന്ന മനോഭാവത്തോടു കൂടി കടന്നു പോകേണ്ടവരല്ല. പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും താളത്തെക്കുറിച്ച്, അതിന്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച്, അതിനോടൊക്കെ നാം സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നാം ആത്മപരിശോധനയും ആത്മവിചാരണയും നടത്തേണ്ടുന്ന ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഓതി വെച്ച ഖുർആനായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനോട് ആശ്രിതരാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ആശ്രിതരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. എന്നിട്ട് പറയുന്നുണ്ട് യശയുദ്ഹിബകും വയഅതി ബിഖൽഖിൻ ജദീദ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരു ജനതയെ തന്നെ മാറ്റാൻ അവൻ പോന്നവനാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് അല്ലാഹുവിന് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലവിളിക്കാൻ മാത്രം മനുഷ്യൻ അറിയുന്ന സന്ദർഭങ്ങളിലേക്ക് മനുഷ്യ ജീവിതത്തെ പലപ്പോഴും നിനച്ചിരിക്കാതെ എടുത്തെറിയപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട് വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅന ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ ഫലമ്മാ കശഫനാ അൻഹു ദുർറഹു. അതാ പറയുന്നുണ്ട്, മനുഷ്യനൊരു അപകടം വന്നാൽ, ഒരു ദുരന്തം വന്നാൽ, മനുഷ്യന്റെ പ്രത്യേകതയെ കുറിച്ച് ഖുർആൻ പറയാൻ, മനുഷ്യന് ബുദ്ധിമുട്ട് പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ നിന്നിട്ടും ഇരുന്നിട്ടും അതുപോലെ തന്നെ കിടന്നിട്ടൊക്കെ അവനോട് ആ ദുർറ്, ആ അപകടം, ആ ദുരന്തം ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കും. അള്ളാഹു പറയാൻ അഥവാ അവനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ അവൻ അന്നിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നതുപോലും മറന്നുകൊണ്ടാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുക. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കണ്ട. ഇത് വരുമ്പോൾ നമ്മളെല്ലാം വളരെ ഉഷാറാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇരാറ്റുപേട്ട പോയപ്പോ ഓരോരുത്തരും എത്രമാത്രമാണ് അവിടെ സഹവർത്തിത്വം കാണിക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷം പുലരുന്നത് വരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ട്യൂബിനകത്തും അതുപോലെ തന്നെ ഉരുളിക്കകത്തും അതുപോലെ തന്നെ ചുമന്നുകൊണ്ടൊക്കെ ആളുകളെ മാറ്റാൻ അവർ കാണിച്ചൊരു മനസ്സുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കാണ്. സഹവർത്തിത്വം മറക്കാണ്, സാഹോദര്യം മറക്കാണ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ദുർബലാവസ്ഥ മറക്കാണ്, മനുഷ്യന്റെ പരിമിതി മറക്കാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് മനുഷ്യൻ ഇരുന്നും കടന്നും നിന്നൊക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ മനുഷ്യൻ അതൊക്കെ വിസ്മരിച്ചു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുക, ആലോചിക്കേണ്ടത് ആലോചിക്കുക, ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ചിന്ത ഉണ്ടാവുക, ആത്മപരിശോധന നടത്തേണ്ടുന്ന ജീവിത നിലപാടുണ്ടെങ്കിൽ ആത്മപരിശോധന നടത്തുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതും ഒരു ദീനാണ്. എൻ്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇത് ഞാൻ പറയുന്നത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇത്തരം ചതുപ്പ് നിലങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് മനുഷ്യർ താൽക്കാലിക ഷെൽട്ടർ തേടി അലയുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. മര്യാദക്ക് കുടിവെള്ളം കിട്ടാത്ത സന്ദർഭം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കുടിവെള്ളം കിട്ടാത്ത ഒരു സന്ദർഭം, വെള്ളം കയറി കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം പോലും അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ അവർക്ക് കൈത്താങ്ങായി മാറാൻ ഈ സന്ദർഭം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ദീന് എന്ന് പറയുന്ന അതും കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വിശക്കുന്നവന്റെ വിശപ്പറിയൽ കൂടി നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. ദാഹിക്കുന്നവന്റെ ദാഹജലത്തിന്റെ വില മനസ്സിലാക്കൽ കൂടി നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. രോഗിയാകുന്ന ആളുകളുടെ അടുത്തെത്തുക എന്നത് കൂടി നമ്മുടെ ദീനാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വിശക്കുന്ന മനുഷ്യർ, രോഗിയാകുന്ന മനുഷ്യർ, അതുപോലെ തന്നെ ദാഹജലത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന മനുഷ്യർ, വീട് നഷ്ടപ്പെടുന്ന മനുഷ്യർ, അതേപോലെ തന്നെ പലപ്പോഴും ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുന്ന മനുഷ്യർ, അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറുടെ വീട് നിലംപൊത്തിയ കാഴ്ചയാണ്. ഞാൻ പറയുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ ഓടിക്കുന്നത് ഒരു പക്ഷെ അതിൻ്റെ ഒരു ഗഡു അയാൾ അടക്കാനുണ്ടാവും, ബാങ്ക് അടവുണ്ടാവും. പിന്നെ ആ വീട് നിലംപൊത്തിയാൽ അയാളുടെ മുമ്പിൽ ശൂന്യതയാണ്. ഞാൻ പറയുക, ഈ ഒരു സന്ദർഭത്തിൽ നമ്മളോടൊപ്പമുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതിൻ്റെ കൂടി കാലമാണ് ഈ കാലം. നമ്മുടെ ഈ സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഉജ്ജ്വലമായ മാതൃക നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. നിങ്ങൾക്കറിയാലോ, രാജേഷ് എന്നൊരു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അല്ലെ. കണ്ണൂരിൽ തൻ്റെ ലൈഫ് ജാക്കറ്റ് അഥവാ വലിയ ഒഴുക്കിൽപ്പെട്ട് എന്നിട്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടക്ക് ഏതാണ്ട് ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോ, ജീവൻ അപായപ്പെടും എന്ന് തോന്നിയപ്പോ താൻ ധരിച്ചിരിക്കുന്ന ലൈഫ് ജാക്കറ്റ് എടുത്ത് തൊട്ട് താഴെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന തൻ്റെ സഹോദരന് എറിഞ്ഞു കൊടുത്ത
എന്നിട്ട് തിരിച്ചു വരാതെ ആ ഒഴുക്കിൽ ജീവൻ നഷ്ടപ്പെടുത്തിയ സുഹൃത്തിന്റെ പേരാണ് രാജേഷ് എന്ന് പറയുന്നത്. അതൊരു പേരല്ല, മനുഷ്യരെ കുറിച്ചുള്ള ഒരു ഉയർന്ന സങ്കല്പത്തിന്റെ പ്രതീകമാണ്. ഇസ്ലാമിനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുചര്യയൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന അടിസ്ഥാനമായ ഒരുപാട് മാനവിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് മനുഷ്യരിലുണ്ട്. നമ്മൾ അതിന് പറയുന്ന പേരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്തർലീനമാകുന്ന, അല്ലെങ്കിൽ മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫിത്രത്തുല്ലാഹി ഫത്തറന്നാസ അലൈഹ, അഥവാ മനുഷ്യർ ഫിത്രത്തിൽ തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന മൗലിക ഗുണങ്ങളിൽ പെട്ടതാണ് തൻ്റെ സഹജീവിയോടുള്ള സഹാനുഭൂതി, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് തുടങ്ങിയ കാര്യം. ഒരു വിശ്വാസിയാകുന്നതോടുകൂടി ഈ പറയുന്ന മൂല്യങ്ങളെ, മനുഷ്യരിൽ അടിസ്ഥാനപരമായി അള്ളാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഈ മൂല്യങ്ങളെ ഒരാൾ വിശ്വാസിയാകുന്നതോടുകൂടി ഏറ്റവും നല്ല സ്വഭാവത്തിൽ അതിനെ പ്രകടിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുക എന്നുള്ളതാണ്. അതാണ് രാജേഷിൽ നമ്മൾ കാണുന്ന അടിസ്ഥാന മാനവിക ഗുണങ്ങളാണ്. ഒരു വിശ്വാസിയിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്വഭാവത്തിൽ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എൻ്റെ പരലോകമാണ്, അതെൻ്റെ സ്വർഗമാണ്, അതെൻ്റെ മോക്ഷത്തിന്റെ വഴിയാണ്. ഞാൻ ഒരാൾക്ക് അന്നം കൊടുക്കൽ എൻ്റെ സ്വർഗമാണ്, ഞാൻ ഒരാൾക്ക് ഷെൽട്ടർ കൊടുക്കൽ എൻ്റെ സ്വർഗമാണ്, ഞാൻ ഒരാൾക്ക് അയാളുടെ ഒരു ജാക്കറ്റ് കൊടുക്കൽ എൻ്റെ സ്വർഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചേർത്ത് നിർത്തേണ്ടുന്ന ഈ സന്ദർഭത്തിലുള്ള മനുഷ്യരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുർബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പ്രയാസം ഒരാൾ ലഘൂകരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അയാളുടെ പ്രയാസം അല്ലാഹു ലഘൂകരിക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാളുടെ നെരുക്കം ഒരാൾ തീർത്തു കഴിഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും അയാളുടെ നെരുക്കം അല്ലാഹു തീർത്തു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള, ഇതര സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ആ സഹായത്തിലാണ് ഒരാളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ സഹായിയായിട്ട് അള്ളാഹു ഉണ്ടാവും. ഈ മൂന്ന് തത്വം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കോ. അവിടെ ആ തത്വം എന്ന് പറഞ്ഞാൽ, ഒരു മുത്തഖി എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തിൽ നമസ്കാരത്തായുമുള്ള 5 നേരം ജമാഅത്തിന് വന്നു പോകുന്ന, അള്ളാഹുവിനോടുള്ള ഇടപാട് മാത്രം തീർക്കുന്ന, ബാക്കി കാര്യങ്ങളിൽ സ്വാർത്ഥനായി തങ്ങുന്ന, തൻ്റെ കുടുംബവും തൻ്റെ മക്കളും എന്നതിനപ്പുറം പരിസരത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാത്ത ഒരുത്തന്റെ പേരല്ല. മറിച്ച് മറ്റുള്ളവന്റെ പ്രയാസങ്ങളിൽ അവനെ സഹായിക്കുന്ന, മറ്റുള്ളവന്റെ നെരുക്കത്തിൽ അവനൽപ്പം എളുപ്പം കൊടുക്കുന്ന, മറ്റുള്ളവന്റെ സഹായത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരുത്തനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ പരലോകത്ത് ബാരക്ക് അല്ലാഹു ചുരുക്കി കൊടുക്കുമെന്ന്. അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലെ ഏറ്റവും ഖൈറായ ഇസ്ലാം ഏതാണ്? അള്ളാഹുന്റെ റസൂൽ പറയുന്നുണ്ട്, തുത്ഇമു തഅമ, ആഹാരം കൊടുക്കലാണ്, ആളുകൾക്ക് ആഹാരം കൊടുക്കലാണ്. വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലൻ തഗ്രിഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആളുകൾ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അവരെ അഭിവാദ്യം ചെയ്യലാണ്. നമ്മന്റെ ആൾ എന്നുള്ളതല്ല, അവരെ അഭിവാദ്യം ചെയ്യലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒരു ഭാഗം നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ജീവിത കാഴ്ചപ്പാടിന്റെയും ഭാഗമായി പറഞ്ഞുവെങ്കിൽ, മറുഭാഗത്ത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ സഹായ ഹസ്തങ്ങൾ ചുറ്റുപാടിലേക്ക് കരുതി വെപ്പില്ലാതെ നമ്മൾ നീക്കി വെക്കേണ്ടുന്ന സന്ദർഭമാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാവും സഹായത്തിന്, അള്ളാഹുവിന്റെ അടിയാറുകളുടെ സഹായത്തിൽ നമ്മൾ നിലനിൽക്കുന്ന കാലത്തോളം. അതുകൊണ്ട് എൻ്റെ അയൽവാസി സേഫാണോ, എൻ്റെ കുടുംബം സേഫാണോ, എൻ്റെ ബന്ധത്തിലുള്ളവർ സേഫാണോ, എൻ്റെ നാട്ടുകാര് സേഫാണോ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മഴ അടച്ചു പിടിച്ചിട്ട് എൻ്റെ പരിസരത്തുള്ള കോളനിയിലുള്ള ആളുകൾ പണിക്ക് പോകാതെ അവർ പട്ടിണിയിലാണോ, അവർ ആഹാരം കഴിക്കുന്നുണ്ടോ, അവർക്ക് കുടിവെള്ളം എത്തുന്നുണ്ടോ? ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ എൻ്റെ കൂടി ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലെൻ്റെ പാർട്ടി എന്നതല്ല, അതിലെൻ്റെ മതക്കാർ എന്നതല്ല, അതിലെൻ്റെ സമുദായക്കാർ എന്നുള്ളതല്ല, അതിലെൻ്റെ സംഘടനക്കാർ എന്നുള്ളതല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളായ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു വായുവും വെള്ളവും സൂര്യനും ചന്ദ്രനും ഒക്കെ അവരെല്ലാം അതിന്റെ ഗുണഭോക്താക്കളായതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളായ മുഴുവൻ മനുഷ്യരുടെയും ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അവിചാരിതമായി റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള സാമൂഹ്യ പാഠം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അവരെ ജീവിതത്തിൽ ചേർത്ത് നിർത്താനുള്ള ഇസ്ലാമിന്റെ ഉയർന്ന സഹാനുഭൂതിയുടെ പാഠം കൂടി സമൂഹത്തിന്റെ പകർന്നു കൊടുക്കാൻ ഈ കാലം നമ്മോട് താല്പര്യപ്പെടുന്നു. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.